കെ പി നൗഷാദ് അലി എല്ലാ തരത്തിലും അന്വേഷണം വേണമെന്ന് പ്രമോദ് കോട്ടൂളി പറയുമ്പോൾ അതിൽ ഒരു ഭീഷണിയുടെ വെല്ലുവിളിയുടെ സ്വരമുണ്ടോ? അത് മാത്രമല്ല, നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന കാര്യം കൂടി പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ട്. സ്മൃതി, ഈ വിഷയം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ബോധ്യമാവുന്നൊരു കാര്യമാണ്. ഈ പ്രമോദ് കോട്ടൂളി എന്നത് അദ്ദേഹം ഒരു ഇര മാത്രമാണ്. ഇതൊക്കെ വലിയ കളികളുടെ ഒരു നിർഭാഗ്യവാനായ ഒരു ബലിമൃഗം മാത്രമാണ് പ്രമോദ് കോട്ടൂളി. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മേൽ വലിയൊരു കുറ്റാരോപണം നടത്താൻ ഞാൻ എൻ്റെ ഊഴം ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് ഏജൻ്റൊക്കെ ആയി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM ഉയർത്തുന്നൊരു ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ചികിത്സാർത്ഥം വിദേശത്ത് പോയി, അദ്ദേഹം ഉല്ലാസയാത്രയ്ക്ക് വിദേശത്ത് പോയി. ആരാണ് അദ്ദേഹത്തെ അനുധാവനം ചെയ്തത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ആദ്യത്തെ ചികിത്സാർത്ഥമുള്ള യാത്രയ്ക്ക് കിറ്റക്സ് സാബു സ്വന്തമായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട്, ഞാനാണ് ഇത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നത്, ഇന്ന മരുന്നുകൾ എടുത്തു കൊടുത്തത്, ഇന്ന കരപരിലാളനകളും ശുശ്രൂഷകളൊക്കെ നടത്തിയത് ഞാൻ നേരിട്ടാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഉല്ലാസയാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ രേഖാമൂലം മാസപ്പടി വാങ്ങിയിട്ട് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ട് ഈ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇവിടെ EP ജയരാജൻ എന്ന LDFൻ്റെ കൺവീനറുടെ വൈദേകം റിസോർട്ട്, ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആരോപണം ഉയർന്നു. പിന്നീട് അത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ വഴി നിരാമയ എന്ന ട്രസ്റ്റോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ വഴി രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റെടുത്തു എന്ന വാർത്ത കേട്ടു. എന്ത് പുകിലുണ്ടായി ഇവിടെ? ഏതെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയോ വിശദീകരണം ചോദിക്കലോ EP ജയരാജനോട് ഇവർ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇവരുടെ ഈ പോലീസ് സംവിധാനം, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ആ സംവിധാനത്തെ നിങ്ങൾ നോക്കൂ. ഇവിടുത്തെ DGP ആണെങ്കിൽ ഇവിടെ ഒരു ഭൂമി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം അന്വേഷണം സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു SP ഉണ്ട്. ആ SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരമടക്കം മുറിച്ച് കടത്തിയ ആരോപണത്തിൽ കേസിൽ പ്രതിയാണ്. പല SP-മാരും ഒക്കെ ഇപ്പോൾ CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ റഡാറിലാണ്. ഒരു ADGP ഉണ്ട്. അദ്ദേഹം വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ കമ്പനിയിൽ നിന്ന് മദ്യം പുറത്തു കൊണ്ടുപോകുന്നതിനുള്ള പ്രതിഫലമായിട്ട് വാങ്ങിയത് 2 ലോഡ് മിഠായിയും ചോക്ലേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ആളുകളാണ് മൊത്തത്തിൽ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ മറ്റൊരുപാട് തരത്തിലുള്ള ഉരുണ്ട് കൂടലുകൾ അവിടെയുണ്ട്. അവിടെ ഇളമരം കരീമിനെതിരെ, അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെതിരെയൊക്കെ ഭൂമി തട്ടിപ്പ്, ക്വാറി ക്രഷർ മാഫിയായിട്ടൊക്കെ ബന്ധപ്പെട്ട കേസുകൾ താമരശ്ശേരി കോടതിയിലടക്കം പ്രതിയായിട്ടുള്ള കേസ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു CPM-ലുണ്ടായിരിക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായിട്ടല്ലേ ഇത് പുറത്തു വന്നിരിക്കുന്നത്? ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രമോദ് പാർട്ടിക്ക് വിശദീകരണം നൽകുമ്പോഴും ഈ വിവരങ്ങൾ പുറത്തു വന്നതിലാണ് അദ്ദേഹം പരാതി പറയുന്നത്. വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ മുഹമ്മദ് റിയാസാണ്. ഇതാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് പറഞ്ഞത്. പുറത്തു വന്നതിനേയുള്ളൂ പ്രശ്നം. ഇതിൽ ഏറെ വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട് സ്മൃതി. ഇതൊക്കെ നമ്മളുടെയൊക്കെ കേട്ടുകേൾവിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെവിയിൽ വന്ന് വീഴുന്ന വിശ്വസനീയമായ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇവിടെ സർക്കാരിനെ നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ മുഹമ്മദ് റിയാസിനെ ഒരു പരസ്യ ഏജൻസി ഉടമയെയും കമ്പനിയെയും വെച്ച് അപകീർത്തിപ്പെടുത്തുന്നു എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എളമരം കരീമിനെതിരെയും P മോഹനൻ മാസ്റ്റർക്കെതിരെയും കേരള പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം നടത്തിയ വിവരം പിന്നീട് ഈ 2 നേതാക്കളും അറിഞ്ഞ് കുപിതരായി, ക്രുദ്ധരായി പരസ്യമായിട്ട് പോർമുഖം റിയാസിനെതിരെ തുടർന്നതുമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന നിരവധിയായ സംഭവങ്ങളുടെ അവസാനത്തെ കണ്ണിയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കോഴിക്കോട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ശ്രീ KP നൗഷാദ് അലി, ഇത്രയും വിവരങ്ങൾ ഉണ്ടായിട്ട് അല്ല, കോൺഗ്രസ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇടപെടുന്നത് കൊണ്ടാണല്ലോ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കിട്ടാത്ത ഭൂരിപക്ഷത്തിന് 1,47,000 വോട്ട് ഞങ്ങൾ ജയിച്ചത്. ഈ ബേപ്പൂർ റിയാസിൻ്റെ മണ്ഡലത്തിൽ 20,000 വോട്ടിൻ്റെ ലീഡ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതൊക്കെ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ്. ഇടപെടുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ ഏതുവരെ പുരോഗമിക്കുമെന്ന് സാഗൂതം നിരീക്ഷിക്കുക തന്നെയാണ് സ്മൃതി. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. ഒരു പ്രതിപക്ഷ പാർട്ടി
എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി ഇത്തരം സാഹചര്യങ്ങളെ ഞങ്ങൾ അനുധാവനം ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, അതിലൊക്കെ വേണ്ട രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രമോദ് കോട്ടൂളിമാരെയൊക്കെ ഇത്തരത്തിൽ ബലിക്കല്ലിൽ ഇവർ ഹോമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയ്ക്ക് ചീഞ്ഞു നാറുന്ന കോടാനുകോടിയുടെ ഇടപാടുകളും അവിഹിത മാത്സര്യങ്ങളും കിടമത്സരങ്ങളും ഒക്കെയാണ് ആ പാർട്ടിക്കകത്ത് കോഴിക്കോട് പ്രത്യേകിച്ച് നടക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ഒരു വലിയ അധികാര കേന്ദ്രമായി പൊടുന്നനെ ഉയർന്നു വന്ന മന്ത്രി റിയാസിൻ്റെ അദ്ദേഹത്തിൻ്റെ അധികാര ദണ്ഡിൻ്റെ പ്രയോഗത്തിനെതിരായിട്ട് വലിയ ശബ്ദം, വലിയൊരു നിര തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മന്ത്രി റിയാസിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അവർ തന്നെയാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രഹസ്യാന്വേഷണ പോലീസിൻ്റെ വിഭാഗമൊക്കെ അന്വേഷണമൊക്കെ നടത്തിയത്. പിന്നെ ഇത്തരത്തിൽ പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസും അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.